ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച പിതാവായ ദൈവത്തിന് സ്തുതി, സ്തോത്ര, ബഹുമാനങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. നല്ല ഇടയനായി തൻ്റെ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവനെ നൽകിയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനങ്ങളും ഏവർക്കും അറിയിക്കട്ടെ. തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ദൈവത്തിന്റെ സഭ മഹാപീഡന കാലത്തിലൂടെ പോകുമോ അതോ ഇല്ലയോ, മഹാപീഡനത്തിന് മുമ്പ് സഭ എടുക്കപ്പെടുമോ അതോ മധ്യത്തിൽ എടുക്കപ്പെടുമോ അതോ അതിന് ശേഷമേ ഉള്ളോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരികയായിരുന്നു. അതിൽ പല വിഷയങ്ങൾ 1, 2, 3 എന്ന് അക്കമിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നു. മിക്കതുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ഏറ്റവും ഒടുവിലായി പഠിച്ചുകൊണ്ടിരുന്നത് മഹോപദ്രവത്തിന്റെ മധ്യത്തിൽ സഭ എടുക്കപ്പെടുമെന്നും അല്ല, മഹോപദ്രവത്തിന് ശേഷം സഭ എടുക്കപ്പെടും എന്നും പറയുന്നവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമെന്നോ ആശയമെന്നോ വാദഗതിയെന്നോ വാക്യമെന്നോ ഒക്കെ പറയാവുന്ന ഒരു ഭാഗമാണ്. അതായത് കാഹളനാദം, അന്ത്യകാഹളവും ദൈവത്തിന്റെ കാഹളവും 7ാം കാഹളവും. ഈ കാര്യങ്ങളെയായിരുന്നു നാം പഠിച്ചുകൊണ്ടിരുന്നത്. സ്തോത്രം. അതില് നാം ആ 3 ഭാഗങ്ങളെ എടുത്ത് പഠിച്ചു. അതായത് ദൈവത്തിന്റെ കാഹളം എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്ന 1 തെസ്സലോനിക്കർ 4:16, അന്ത്യകാഹളം എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്ന 1 കൊരിന്ത്യർ 15:52, 53 വാക്യങ്ങൾ, 7ാം കാഹളത്തെ കുറിച്ച് അല്ലെങ്കിൽ 7 കാഹളങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വെളിപ്പാട് പുസ്തകം 8:6 മുതൽ 11:15 വരെയുള്ള ഭാഗങ്ങൾ. ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ നമ്മൾ നിഷ്പക്ഷ ബുദ്ധിയോടെ പഠിച്ചപ്പോൾ ഈ 3 ഇടങ്ങളിൽ ലേഖനങ്ങളിൽ 2 പറഞ്ഞിരിക്കുന്ന കാഹളങ്ങൾ ഒന്ന് തന്നെയാണെന്നും വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 7 കാഹളങ്ങളും അതിൽ 7ാം കാഹളവും ലേഖനങ്ങളിൽ പൗലോസ് പറഞ്ഞ കാഹളങ്ങളിൽ നിന്ന് വ്യത്യസ്തമായതാണെന്നും മനസ്സിലാക്കി. അതിന് കാരണം നമ്മൾ കണ്ടത് ഊതുന്നതാര്, എന്തുദ്ദേശത്തിന് വേണ്ടി അത് ഊതപ്പെടുന്നു, ആ കാഹളങ്ങൾ മുഴങ്ങുമ്പോൾ സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ എന്തെല്ലാം. ഈ 2-3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കവയെ മനസ്സിലാക്കുവാൻ സാധിച്ചത് ആദ്യത്തേത് 2 ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 2 ഒരേ സംഭവമാണെന്നും വെളിപ്പാട് പുസ്തകത്തിലേത് അതിൽ നിന്നും വ്യത്യസ്തമാണെന്നും അത്രേ. ഇതുവരെയുള്ള ഭാഗങ്ങൾ ഇത്രയുമാണ്. അതിലെന്തെങ്കിലും സംശയങ്ങൾ അവശേഷിക്കുന്നെങ്കിൽ ചോദിക്കുവാനുള്ള സമയമാണ്. ഒന്നും ഇല്ല എന്ന് കരുതട്ടെ.
അപ്പോൾ ദൈവത്തിന്റെ കാഹളമായി യേശുക്രിസ്തുവിന്റെ വരവിൽ ഊതപ്പെടുന്ന, മുഴങ്ങപ്പെടുന്ന 1 തെസ്സലോനിക്കർ 4:16 കാഹളം. അതേ സംഭവം, അതേ ഉദ്ദേശത്തിന് വേണ്ടി മുഴങ്ങപ്പെടുന്ന അന്ത്യകാഹളനാദവുമായി ഐഡന്റിക്കലായി ഒന്നായിട്ട് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. സ്തോത്രം. അത് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് രാജ്യത്വത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭരണത്തിന് വേണ്ടി ഇറങ്ങി വരുന്നതിന് മുമ്പ് മുഴങ്ങുന്നതും, തൻ്റെ അടുക്കലേക്ക് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുന്നതിനായിട്ടുള്ളതുമാണ് എന്നത്രേ നാം മനസ്സിലാക്കിയത്. സ്തോത്രം. എന്നാൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, മഹോപദ്രവ മധ്യത്തിലാണ് സഭ എടുക്കപ്പെടുന്നത് എന്ന് പറയുന്നവരും, അല്ല മഹാപീഡന ശേഷമാണ് സഭ എടുക്കപ്പെടുന്നത് എന്ന് പറയുന്നവരും, ഇവര് രണ്ടു കൂട്ടരും ഇതേ വാദമാണ് ഉന്നയിക്കുന്നത്. അതിൽ തന്നെ ആശയക്കുഴപ്പമുണ്ട്. ഏഴാമത്തെ കാഹളം മുഴങ്ങുന്നത് എപ്പോഴാണ്? മഹാപീഡനത്തിന്റെ തുടക്കത്തിലാണോ, മധ്യത്തിലാണോ, ഒടുവിലാണോ? മഹാപീഡനത്തിന്റെ മധ്യത്തിലാണ്. ഏഴാം കാഹളം ധ്വനിക്കുന്നത് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിലെ ഏഴാം കാഹളം ധ്വനിക്കുന്നത് മഹാപീഡനത്തിന്റെ മധ്യത്തിലാണ്, മഹാപീഡനത്തിന്റെ ഒടുവിലുമല്ല. കാരണം ആ കാഹളം ധ്വനിച്ചതിന് ശേഷവും ഭൂമിയിൽ കഷ്ടങ്ങളും ന്യായവിധിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏഴ് കാഹളങ്ങൾ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞായിരുന്നു, എൻ്റെ ഓർമ്മ. 7 മുദ്രകളാൽ ഉള്ള ന്യായവിധിയുണ്ട്, 7 കാഹള ധ്വനിയുടെ ന്യായവിധികളുണ്ട്, 7 കലശങ്ങൾ പകരപ്പെടുമ്പോൾ ഉള്ള ന്യായവിധികളുണ്ട്. അതിൽ ഈ 7-ാം കാഹളം ഊതിയതിന് ശേഷവും ന്യായവിധി കഷ്ടവും നടക്കുകയാണ്. കാരണം അതിനു മുൻപുള്ള കാഹളധ്വനികളിലാണ് 2 കഷ്ടങ്ങൾ, ഇനിയുമുണ്ട് 3 കഷ്ടങ്ങളെന്ന് പറയപ്പെടുന്നത്. നോക്കണേ, 8-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, 8:13. ആരുമില്ല എന്ന് വായിക്കാൻ? അനന്തരം ഒരു കഴുക്, ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം, കഷ്ടം, കഷ്ടം എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. സ്തോത്രം. ഇപ്പോൾ എത്ര കാഹളങ്ങൾ ഊതി? 4 കാഹളങ്ങൾ ഊതി. ഇനിയും 3 ദൂതന്മാരും കൂടെ കാഹളം ഊതാനുണ്ട്. ആ 3 പേരുടെ കാഹളം ഊത്തിനാൽ ഉളവാകുന്ന കഷ്ടം, അത്
വല്ലാത്ത കഷ്ടമാണ് എന്നാണ് നാം കാണുന്നത്. 3. അതിൽ 9:1 നമ്മൾ കാണുന്നു, 5-ാമത്തെ ദൂതനൂതി. അതായത് 4 കഴിഞ്ഞു, ഇനിയും 3 ദൂതന്മാരും കൂടെ കാഹളം ഊതാനുണ്ട്. അതായത് 5, 6, 7 കാഹളങ്ങൾ. അതിൽ 9:1 5-ാമത്തെ കാഹളം ഊതി. അപ്പോൾ 12-ാം വാക്യത്തിൽ പറയുന്നു, കഷ്ടം 1 കഴിഞ്ഞു. കഷ്ടം 1 കഴിഞ്ഞു. അപ്പോൾ 5-ാമത്തെ കാഹളം ഊതിയതിലൂടെ ഒരു കഷ്ടം കഴിഞ്ഞു. 3 കഷ്ടങ്ങളാണ് ഉള്ളത്. അതിൽ 1 കഴിഞ്ഞു. അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ 6-ാമത്തെ കാഹളം ഊതിക്കഴിഞ്ഞ് 11-ന്റെ 14-ാമത്തെ വാക്യത്തിൽ 11:14 അവിടെ കാണുന്നു, 2-ാമത്തെ കഷ്ടം കഴിഞ്ഞു. 3-ാമത്തെ കഷ്ടം വേഗം വരുന്നു. പിന്നീടാണ് 15-ാമത്തെ വാക്യത്തിൽ 7-ാമത്തെ ദൂതൻ ഊതിയത്. 7-ാമത്തേത്. അപ്പോൾ ഈ 7-ാമത്തെ കാഹളം ഊതുന്നതോടുകൂടെ കഷ്ടങ്ങൾ അവസാനിക്കുന്നുണ്ടോ? ഇല്ല. അതായത് 7-ാം കാഹളത്തോടുകൂടെ മഹോപദ്രവം തീരുന്നുണ്ടോ? ഇല്ല, തീരുന്നില്ല. അതിനുശേഷം 3 കലശങ്ങളുടെ ന്യായവിധിയാണുള്ളത്. 3 കലശ ന്യായവിധി. Seven bowl judgments. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? മഹാപീഡനത്തിലൂടെ സഭ കടന്നു പോകും എന്ന് വാദിക്കുന്നവർ എടുത്തു പറയുന്ന കാര്യമാണ്, സഭ ഉൽപ്രാവണം പ്രാപിക്കുമെന്ന് പൗലോസ് പറയുന്ന ദൈവത്തിന്റെ കാഹളവും അന്ത്യകാഹളവും വെളിപ്പാട് 11-ൽ പറയുന്ന 7-ാം കാഹളമാണെന്ന്. ആ 7-ാം കാഹളമാണ് അന്ത്യകാഹളമെങ്കിൽ നാം മറുചോദ്യം ചോദിക്കുന്നു. മറുചോദ്യം എന്നല്ല, അവരുടെ വാദം അങ്ങനെയോ എന്നൊന്ന് അറിയാൻ ശ്രമിക്കുന്നു. അതിനൊരു ചോദ്യം, 7-ാം കാഹളം ഊതുന്നതോടുകൂടെ കഷ്ടങ്ങളെല്ലാം കഴിയുന്നോ? മഹാപീഡനമെല്ലാം തീരുന്നുവോ? നിങ്ങളെ കൂടെ ഒന്ന് പറയണേ കൂടെ. ഇല്ല. ഈ കാഹളനാദത്തിന് ശേഷം വീണ്ടുമുണ്ട് കലശ ന്യായവിധി. കലശ ന്യായവിധി. അങ്ങനെയാണെങ്കിൽ തന്നെ മഹോപദ്രവവാദികളുടെ വാദം അവിടെ പൊളിയുന്നു. അവർ പറയേണ്ടത് മഹാപീഡനത്തിന് ശേഷം ഉൽപ്രാവണം എന്നല്ല, മഹാപീഡനത്തിന്റെ മധ്യത്തിൽ ഉൽപ്രാവണം എന്ന് പറയുകയാണെങ്കിൽ ഈ വാക്യം അനുസരിച്ച് പിന്നെയും നമുക്ക് സമ്മതിക്കാം. പക്ഷേ അവര് പറയുന്നത് പോലെ 7-ാം കാഹളത്തോടുകൂടെ എല്ലാം അവസാനിക്കുന്നില്ല. ന്യായവിധി വീണ്ടും ബാക്കിയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, മിഡ് ട്രിബുലേഷൻ വാദികളും പോസ്റ്റ് ട്രിബുലേഷൻ വാദികളും
ഉപയോഗിക്കുന്ന ഈ വാക്യങ്ങൾ വെച്ച് അവരുടെ ആശയത്തെ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയില്ല. മഹോപദ്രവത്തിന്റെ മധ്യകാലത്തിലാണ് സഭ എടുക്കപ്പെടുന്നത് എന്ന് പറയാൻ ഒരു കാരണവും കൂടെ അവര് ഉന്നയിക്കുന്നുണ്ട്. അതായത് ഈ വെളിപ്പാട് 11-ാം അധ്യായത്തിലാണ് 2 സാക്ഷികളുടെ ശുശ്രൂഷ. അത് എതിർക്രിസ്തുവിന്റെ ഭരണത്തിന്റെ ആദ്യത്തെ 3.5 വർഷമായിരിക്കും. മഹാപീഡനത്തിന്റെ ആദ്യത്തെ പകുതി, the first half of the tribulation. ആദ്യ പകുതി ഈ 2 സാക്ഷികളുടെ ശുശ്രൂഷ കഴിഞ്ഞ് അഗാധത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം, അതായത് എതിർക്രിസ്തു, ഈ 2 സാക്ഷികളെ കൊല്ലും. അവരുടെ ശവം യെരുശലേമിൽ 3.5 ദിവസം അങ്ങനെ കിടക്കും. 11-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, 7ഉം 8ഉം വാക്യങ്ങൾ വായിച്ചാട്ടെ. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളയും. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മികമായി സോദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. അടുത്ത വാക്യം കൂടെ വായിച്ചോ മോളെ. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കുകയില്ല. എന്നിട്ട് അതിന്റെ 12-ാമത്തെ വാക്യം കൂടെ, 12. ഇവിടെ കയറി വരുവിൻ എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. ആ നാഴികയിൽ മതി മോളെ. ഇവിടെ കണ്ടോ ഈ 2 സാക്ഷികളുടെ ശുശ്രൂഷ. സാക്ഷികൾ ആരായിരിക്കും എന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഒരു ചോദ്യോത്തരത്തിൽ സംസാരിച്ചിരുന്നല്ലോ. ആരുമാകട്ടെ, അവരാര് എന്നത് നമുക്ക് പ്രസക്തമല്ല. ദൈവം അയക്കുന്ന 2 സാക്ഷികൾ. അവരുടെ ശുശ്രൂഷ തികച്ച ശേഷം അഗാധത്തിൽ നിന്ന് കയറി വരുന്ന, ആഴത്തിൽ നിന്ന്, 7-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ്? ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം. ആ മൃഗം തന്നെയാണ് 13-ാം അധ്യായത്തിലെ മൃഗം, അതായത് എതിർക്രിസ്തു. എതിർക്രിസ്തു ഈ 2 സാക്ഷികളെ കൊല്ലും. അവരുടെ ശവം മറവ് ചെയ്യത്തില്ല. 3.5 ദിവസം യെരുശലേമിൽ അവരുടെ ശവം കിടക്കും. യെരുശലേമിന്റെ പേരാണ് അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട സ്ഥലം. ആത്മീയ ഭാഷയിൽ അതിന് സൊദോം എന്നും മിസ്രയീം എന്നും പേര്. ആത്മീയമായി യെരുശലേമിന്റെ പതനത്തെയാണത് കാണിക്കുന്നത്. ഏതായാലും യെരുശലേമിൽ ഈ 2 സാക്ഷികളുടെ ശവം 3.5 ദിവസം കിടക്കും. 3.5 ദിവസം കഴിഞ്ഞതിന് ശേഷം 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവരുടെ ശവങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. 12-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഇവിടെ കയറി വരുവീൻ എന്ന ഒരു ശബ്ദം സ്വർഗത്തിൽ നിന്നുണ്ടാവുകയും ഈ ഉയർത്തെഴുന്നേറ്റ 2 സാക്ഷികൾ ബാക്കി എല്ലാവരും നോക്കി നിൽക്കെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും. ഈ 12-ാം വാക്യത്തിലെ ഇവിടെ കയറി വരുവീൻ എന്ന് പറയുന്ന ആ ശബ്ദം, ഈ 12-ാം വാക്യത്തിലെ 2 സാക്ഷികൾ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നതും ഉൽപ്രാവണമാണ് എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് മിഡ് ട്രിബുലേഷൻ വാദികൾ.
മഹോപദ്രവത്തിന്റെ മധ്യത്തിലാണ് സഭ എടുക്കപ്പെടുന്നത് എന്ന് വാദിക്കുന്നവർ വെളിപ്പാട് 11-ന്റെ 12-ാമത്തെ വാക്യം ഉൽപ്രാവണമാണ് എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഈ കൂട്ടരോട് ചേർന്നാണ് പോസ്റ്റ് ട്രിബുലേഷൻ വാദികൾ, മഹോപദ്രവത്തിലൂടെ സഭ പോകുമെന്ന് പഠിപ്പിക്കുന്നവർ, 7-ാം കാഹളത്തിങ്കൽ സഭ എടുക്കപ്പെടുമെന്ന് പഠിപ്പിക്കുന്നത്. എന്നാൽ അവരുടെ രണ്ടുപേരുടെയും ആശയങ്ങളിൽ തന്നെ വിരുദ്ധത നമുക്കിവിടെ കാണാം. ദൈവത്തിന്റെ സഭ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം സുവിശേഷീകരണത്തിന്റെ ദൗത്യം ദൈവം ദൂതന്മാരെ ആകട്ടെ വേറെ ഏതെങ്കിലും ഏജൻസികളെ ആകട്ടെ ഏൽപ്പിച്ചിട്ടില്ല. സുവിശേഷീകരണത്തിന്റെ ദൗത്യം ആർക്കു മാത്രമുള്ളതാണ്? ദൈവസഭയ്ക്ക് മാത്രം. The mission of evangelism, gospelization, is solely devoted to the church as long as the church is here on earth. The responsibility of evangelism, the responsibility of gospelization is not given either to any heavenly bodies or to any special people. ദൂതന്മാർക്കോ ഉയർത്തെഴുന്നേറ്റ ഏതെങ്കിലും മനുഷ്യർക്കോ മാത്രമായി സുവിശേഷീകരണം, ക്രിസ്തീയ സുവിശേഷത്തിന്റെ പ്രഘോഷണം ദൈവം ഏൽപ്പിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ നാം കാണുന്നത് ഈ രണ്ട് സാക്ഷികളുടെ ശുശ്രൂഷ എന്താണ്? അവരെന്താ ചെയ്യുന്നത്? പ്രവചന ശുശ്രൂഷ. അവര് പ്രവചിക്കും. ലോകത്തെ മുഴുവനും ദൈവത്തിന്റെ ആലോചന കൊണ്ട് നിറയ്ക്കുകയാണ് അവരുടെ പ്രവചനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Their prophecy or their prophetical ministry means evangelizing the world or making known God's plan, God's purposes to the world. ലോകത്തിന് ദൈവത്തിന്റെ ഉദ്ദേശത്തെ അറിയിച്ചു കൊടുക്കുന്ന ദൗത്യമാണ് ഇവർ ചെയ്യുന്നത്. സ്തോത്രം. അവർ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷയിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് അവർ മാനസാന്തരപ്പെടണമെന്നാണ്. അപ്പോൾ ഈ രണ്ട് സാക്ഷികളുടെ ശുശ്രൂഷ എന്തിനു വേണ്ടിയാ? ലോകത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടിയാ. പതിനഞ്ചാമത്തെ അധ്യായം 6-ാം വാക്യവും കൂടെ, 14-ന്റെ 6, 14:6, 14-ന്റെ 6-ാം വാക്യവും കൂടെ. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യസുവിശേഷം ഉണ്ടായിരുന്നു. കണ്ടോ? വെളിപ്പാട് 11-ാം അധ്യായത്തിൽ രണ്ട് സാക്ഷികൾ ഒരു സ്ഥലത്ത് യെരുശലേമിൽ തന്നെ അവര് പാർത്തുകൊണ്ട് സുവിശേഷം അറിയിച്ചു.
ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയിച്ചു. അത് സാറ്റലൈറ്റിലൂടെ ആകാനാണ് സാധ്യത. കാരണം അവർ വേറെങ്ങും പോകുന്നില്ല, ലോകമെങ്ങും കറങ്ങി നടക്കുന്നില്ല. അവർ യെരുശലേമിൽ തന്നെയാണ്. പക്ഷേ അവരുടെ ശുശ്രൂഷ എല്ലാവർക്കും, ലോകത്തുള്ള സകലർക്കും കാണുവാനും കേൾക്കുവാനും അനുഭവിക്കുവാനും സാധിക്കും. ഇന്നത്തെ ടെക്നോളജി, സാങ്കേതിക വിദ്യയുടെ വികസനം, ഇന്റർനെറ്റിന്റെ വികസനം, അതുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളുടെ വർദ്ധിതമായ ഉപയോഗം, ഇവയെല്ലാം നമുക്കറിയാമല്ലോ. ഇനിയും അത് അഡ്വാൻസ്ഡ് ആകേണ്ടിയിരിക്കുന്നു, ആകും. അത് നിമിത്തം എന്താ, ഇന്ന് തന്നെ നമുക്ക് ലോകത്തിൽ എവിടെയും നടക്കുന്ന കാര്യങ്ങൾ അതേ നിമിഷത്തിൽ അറിയാൻ, കാണാനൊക്കെ സാധിക്കുന്നു. പോസിറ്റീവായിട്ടുള്ളതാകട്ടെ നെഗറ്റീവായതാകട്ടെ. അതുപോലെയുള്ള സാങ്കേതിക വിദ്യയുടെ സഹായം കൊണ്ട് ഈ സാക്ഷികളുടെ ശുശ്രൂഷ ലോകമെങ്ങുമുള്ളവർക്ക് അനുഭവിക്കുവാൻ സാധിക്കും. അവർ മരിച്ച വാർത്തയറിയും, അവരുടെ ശവം എല്ലാവരും കാണും, എല്ലാം ലൈവ് ടെലികാസ്റ്റ് ആയിരിക്കും. അതും പോരാ എന്ന് വന്നിട്ടാണ് 14:6 നമ്മൾ കണ്ടത്, വേറെ ഒരു ദൂതൻ ലോകത്തുള്ള സകലരോടും സുവിശേഷം അറിയിക്കുന്നു. ആ സുവിശേഷത്തിന്റെ പേരെന്താണ്? ഇറ്റേണൽ ഗോസ്പൽ. നിത്യ സുവിശേഷം, ഇറ്റേണൽ ഗോസ്പൽ. എന്താ നിത്യ സുവിശേഷം? വാട്ട് ഈസ് ദിസ് ഇറ്റേണൽ ഗോസ്പൽ? Is it the same gospel we preach today? നാം ഇന്ന് പ്രസംഗിക്കുന്ന സുവിശേഷമാണോ ഈ നിത്യ സുവിശേഷം? അതെ. മാത്യു 24:14. നാം ഇന്ന് പ്രസംഗിക്കുന്ന സുവിശേഷം എന്തുവാ? രക്ഷയുടെ സുവിശേഷം. രക്ഷയുടെ സുവിശേഷം, ദൈവകൃപയുടെ സുവിശേഷം, ക്രിസ്തുവിന്റെ സുവിശേഷം എന്നൊക്കെയാണ് നമ്മൾ വിശ്വസിച്ചതും പ്രസംഗിക്കുന്നതുമായ സുവിശേഷത്തിന്റെ പേര്. അതിന്റെ ഉള്ളടക്കം എന്തുവാ? What is the content of the gospel of the grace of God? ദൈവകൃപയുടെ അല്ലെങ്കിൽ രക്ഷയുടെ സുവിശേഷത്തിന്റെ ഉള്ളടക്കം യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചെന്നും വിശ്വസിച്ചാൽ ഉണ്ടാവുന്ന അതെ, പാപികളായ നമ്മോട് ദൈവത്തിന് യേശുക്രിസ്തുവിലൂടെ, യേശുവിന്റെ ക്രൂശിലൂടെ കൃപ തോന്നി. ദൈവത്തിന് നമ്മോട് തോന്നിയ കൃപാമഹത്വം നിമിത്തം തന്റെ ഏകജാതനെ നമുക്ക് വേണ്ടി മരിക്കുവാൻ അയച്ചു. യേശു ക്രൂശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ രക്ഷയെ യേശു വിലയ്ക്ക് വാങ്ങി. ആ യേശുവിൽ വിശ്വസിച്ചാൽ ആ കൃപ നിനക്കും പ്രാപിക്കാം. ഇല്ലെങ്കിൽ ശിക്ഷാവിധി. ഈ രക്ഷയുടെ സുവിശേഷമാണ് ക്രിസ്തീയ സുവിശേഷം. നമ്മൾ പ്രസംഗിക്കുന്നത് വേറെ ഒന്നുമല്ല, യേശു ക്രൂശിൽ മരിച്ചു, പാപത്തിന് പരിഹാരം വരുത്തി, അങ്ങനെ ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിച്ചു. ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ വെളിപ്പെട്ട ദൈവകൃപയുടെ ചരിത്രമാണ് കൃപാസുവിശേഷം. എന്നാൽ ഇവിടെ ഈ ദൂതൻ വെളിപ്പാട് 14:6 പ്രസംഗിക്കുന്ന സുവിശേഷം അതാണോ? അല്ല. അല്ല. അതെ, 7-ാമത്തെ വാക്യത്തിലുണ്ട്,
ആ സുവിശേഷം, ആ നിത്യ സുവിശേഷം എന്താണെന്ന് 7-ാം വാക്യം പറയുന്നു. 7-ാം വാക്യം വായിച്ചാട്ടെ. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ. അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. കണ്ടോ, ഇതാണ് നിത്യസുവിശേഷം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതല്ല, ദൈവകൃപയുടെ പ്രഘോഷണമല്ല. പകരം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ യെരൂശലേം ദേവാലയത്തിൽ ഉൾപ്പെടെ ഇരുന്നു കൊണ്ട് ഞാനാണ് ദൈവമെന്ന് കൽപ്പിച്ച് ആരാധന സ്വീകരിക്കുന്ന എതിർ ക്രിസ്തുവിനെയും അവന്റെ പ്രതിമയെയും നമസ്കരിക്കാതെ ജീവനുള്ള സത്യദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ. കാരണം സത്യദൈവത്തിന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആരെങ്കിലും ഉണ്ടാക്കിയ വിഗ്രഹത്തെ അല്ല, പകരം ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയ ദൈവത്തെ തന്നെ നമസ്കരിപ്പീൻ. അല്ലാത്ത പക്ഷം ന്യായവിധി. ഈ എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് അവന്റെ പ്രതിമയെ നമുക്ക് ഊമവിഗ്രഹങ്ങൾ എന്ന് വിളിക്കാൻ പറ്റില്ല. ഓക്കെ, എതിർ ക്രിസ്തുവിന്റെ പ്രതിമയെ നമുക്ക് ഊമവിഗ്രഹങ്ങൾ എന്ന് വിളിക്കാൻ പറ്റില്ല. കാര്യം സംസാരിക്കുന്ന പ്രതിമയായിരിക്കും അവൻ്റെത്. അതുകൊണ്ട് ഊമവിഗ്രഹം എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന വിളി ആ വിഗ്രഹത്തിന് യോജിക്കത്തില്ല. 13-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം 13-14. And deceiveth them that dwell on the earth by the means of those miracles which he had power to do in the sight of the beast, saying to them that dwell on the earth that they should make an image to the beast which had the wound by a sword and did live. Yeah, and next verse also, please. Yeah. And he had power to give life unto the image of the beast, that the image of the beast should both speak and cause that as many as would not worship the image of the beast should be killed. കണ്ടോ, അവന്റെ വിഗ്രഹം ഊമവിഗ്രഹമായിരിക്കില്ല ആ സമയത്ത്. അതും സാത്താന്റെ ഒരു ഡിസെപ്ഷനാണ്, സാത്താന്റെ ഒരു വലിയ വഞ്ചന. ഇത്രയും നാള് നമ്മൾ ഊമവിഗ്രഹം എന്നൊക്കെ പറഞ്ഞ് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല എന്നൊക്കെ തിരുവെഴുത്തുകൾ പറഞ്ഞിരിക്കുന്ന അതൊന്നുമല്ല ഇത്. ഇത് സംസാരിക്കുന്നതാണ്, ജീവനുള്ളതാണെന്നൊക്കെ പോലും പറഞ്ഞ് ലോകത്തിലെ ബുദ്ധിമാന്മാരെ പോലും ഭോഷന്മാരാക്കി ഇവയെ നമസ്കരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ആത്മവ്യാപാരത്തിന്, ഈ ദുരാത്മ വ്യാപാരത്തിന് ഇവരങ്ങ് കീഴ്പ്പെടും. ഏതു മനുഷ്യന്റെ ബുദ്ധിയെയും അബലമാക്കുവാൻ കഴിയുന്ന വളരെ ശക്തമായ ഒരു വ്യാപാര ശക്തിയാണ് സാത്താന്യമായ ഈ വ്യാപാര ശക്തി. മനസ്സിലായോ? നമ്മളൊക്കെ പറയത്തില്ലേ, അതുകൊണ്ട് വിദ്യാഭ്യാസമുള്ള ഇവനൊക്കെ കൂടെ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടില്ലെന്ന്. അയ്യോ, വിദ്യാഭ്യാസമോ ഈ തലച്ചോറിന്റെ കഴിവോ അതിന്റെ വികാസമോ ഒന്നും സാത്താന്യ വ്യാപാരത്തോട് ചെറുത്ത് നിൽക്കുവാൻ പര്യാപ്തമല്ല. മനസ്സിലാവുന്നുണ്ടോ?
നമ്മളൊക്കെ എന്താ IQ കൂടുതലുള്ള പുള്ളികളായിട്ടാണോ, ഒത്തിരി ബുദ്ധിയുള്ളവരായിട്ടാണോ സാത്താന്യ വഞ്ചനയിൽ നിന്നും പുറത്തു വന്നത്? 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത എത്രയോ പേര് സത്യദൈവത്തെ നമസ്കരിക്കുന്നു, സേവിക്കുന്നു. അക്ഷരാഭ്യാസമില്ലാത്ത നിരക്ഷര കുക്ഷികളായ എത്രയോ പേർ ദൈവത്തെ സേവിക്കുന്നു. ബുദ്ധിവൈഭവം കൊണ്ടാണോ? അല്ല. കാരണം സാത്താന്യ വ്യാപാരം മനുഷ്യന്റെ ഏത് ജ്ഞാനബുദ്ധിയെയും അബലമാക്കുവാൻ പര്യാപ്തമാണ്. ദൈവത്തിന്റെ ജ്ഞാനത്തെയും ദൈവശക്തിയെയും മാത്രമേ സാത്താന്യ വ്യാപാരത്തിന് കീഴ്പ്പെടുത്താൻ വയ്യാതെയുള്ളൂ. സ്തോത്രം. മനസ്സിലായോ? ദൈവശക്തിയെ അബലമാക്കാൻ അവന് കഴിയില്ല. അതുകൊണ്ട് ഈ വിഗ്രഹം സംസാരിക്കുന്നതാണ്, ജീവനുള്ളതാണ്, ബുദ്ധിയുള്ളതാണ് എന്നൊക്കെ മനുഷ്യനെ വശീകരിച്ചാക്കി അവയെ നമസ്കരിക്കുവാനായി ഈ സാത്താന്യ ശക്തികൾ പ്രേരിപ്പിക്കും. അപ്പോൾ ദൈവം തന്റെ നിത്യ സുവിശേഷം ലോകത്തെ മുഴുവനും അറിയിക്കുക, ദൂതനെ വിട്ട്. ഇനി അത് ഒരു ദൂതൻ തന്നെയാണോ? അത് ഇനി അതല്ലാതെ എന്തെങ്കിലും മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ സാങ്കേതിക വിദ്യയുടെ സഹായത്താലാണോ എന്നൊന്നും നമുക്കറിയില്ല. ഇവിടെ ഏതായാലും പറഞ്ഞിരിക്കുന്നത് ദൂതനെന്ന്, പറക്കുന്ന ദൂതൻ, പറന്നുകൊണ്ട് സകല ഭൂവാസികളോടും നിത്യസുവിശേഷം പങ്കുവയ്ക്കുന്നു. ദൈവത്തെ നമസ്കരിക്കുക. മനുഷ്യന്റെ കൈവേലയായ പ്രതിമകളെയല്ല, അവ സംസാരിച്ചാൽ കൂടെ മനുഷ്യന്റെ നിർമ്മിതികളെയല്ല, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയ ദൈവത്തെ നമസ്കരിക്കുക എന്ന സന്ദേശം അറിയിക്കുന്നു. പറഞ്ഞു വരുന്നത്, ഇവിടെ സുവിശേഷം അറിയിക്കുന്നത് സഭയാണോ? അല്ല. അല്ല. സഭ പോയി കഴിഞ്ഞത്. ഇവിടെ സുവിശേഷം അറിയിക്കുന്നത് സഭയല്ല എന്നുള്ളത് തന്നെ ഈ സംഭവത്തിന് മുമ്പേ സഭ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു എന്നുള്ളതിന് ഒരു തെളിവും കൂടെയാണ്. കാരണം ദൂതന്മാരെ സുവിശേഷ വേല യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ സന്ദേശം അറിയിക്കുന്ന വേല ഏൽപ്പിച്ചിട്ടില്ല. സ്തോത്രം. പാസ്റ്ററെ, അപ്പൊ ഈ മത്തായി സുവിശേഷം 24:14 പറയുന്ന ആ സുവിശേഷമാണോ ഇത്, ഈ എറ്റേണൽ ഗോസ്പൽ എന്ന് പറയുന്നത്? നമ്മളിത് മൂന്നും ഇതിനു മുമ്പ് ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞിരുന്നു. 3 തരത്തിലെ സുവിശേഷങ്ങളെ കുറിച്ച്. രാജ്യത്തിന്റെ സുവിശേഷം വേറെ, രാജ്യത്തിന്റെ ദൈവകൃപയുടെ സുവിശേഷം വേറെ, ഇവിടെ നിത്യ സുവിശേഷം എന്നുള്ളത് വേറെ. 3 The gospel of the kingdom of God, the gospel of the grace of God, and eternal gospel. ഇങ്ങനെ 3 തരത്തിലുള്ള സുവിശേഷങ്ങളെ കുറിച്ച് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നു. മത്തായി 24-ലും ലൂക്കോസ് 21-ലും ഒക്കെ പറയുന്ന രാജ്യത്തിന്റെ സുവിശേഷം എന്നല്ലേ അവിടെ പറയുന്നത്? രാജ്യത്തിന്റെ സുവിശേഷം, ഗോസ്പൽ ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്. അത് ദൈവഭരണം വരുന്നു എന്നുള്ളതാണ്. യോഹന്നാൻ സ്നാപകനും യേശുവും ഒക്കെ ആദ്യം പ്രസംഗിച്ച സുവിശേഷം അതായിരുന്നു. മാനസാന്തരപ്പെടുവീൻ, സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നമ്മൾ പറയുന്ന ദൈവകൃപയുടെ സുവിശേഷം
മാനസാന്തരപ്പെടുവീൻ, പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചുയർത്തെഴുന്നേറ്റിരിക്കുന്നു, വിശ്വസിച്ചാൽ നിങ്ങൾക്ക് പാപമോചനവും രക്ഷയും സൗജന്യമായി ലഭിക്കും. രാജ്യത്തിന്റെ സുവിശേഷം എന്താണെന്ന് നിത്യസുവിശേഷം എന്താണെന്ന് നമ്മൾ ഇപ്പോൾ കണ്ടു. മനസ്സിലായല്ലോ? 3 അവസ്ഥകൾ. അപ്പോൾ ഈ ദൈവകൃപയുടെ സുവിശേഷം അറിയിപ്പാൻ ദൈവം ദൂതന്മാരെയോ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. യേശു കർത്താവ് അല്ലെങ്കിൽ നമ്മുടെ ദൈവം കൊർന്നെല്യോസിന്റെ പ്രാർത്ഥനാവേളയിൽ വെളിപ്പെട്ടു. അല്ലെങ്കിൽ അവിടെ പറയുന്ന അനുസരിച്ച് ഒരു ദൂതൻ വെളിപ്പെട്ടു. ആ ദൂതൻ യേശുവിനെ പറ്റി കൊർന്നെല്യോസിനോട് പറഞ്ഞോ? ഇല്ല. ആ ദൂതൻ അങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? പത്രോസ് പറഞ്ഞതിനേക്കാളിലും വേഗത്തിൽ കൊർന്നെല്യോസ് വിശ്വസിച്ചേനെ. പക്ഷേ ആ ദൂതൻ കൊർന്നെല്യോസിനോട് യേശുവിനെ പറ്റി പറഞ്ഞില്ല. അവൻ പറഞ്ഞത് ശിമോനെ വിളിപ്പിക്കാനാ. ശിമോൻ പത്രോസ് ആണ് വന്ന് കൊർന്നെല്യോസിനോട് സുവിശേഷം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇവിടെ വെളിപ്പാട് 11-ലും 14-ലും സഭയല്ലാതെ ആരൊക്കെയോ സുവിശേഷം പറയുന്നു എന്നത് തന്നെ ആ സംഭവങ്ങൾക്ക് മുമ്പ് തന്നെ സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടു എന്നുള്ളതിന് തെളിവാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിലും മിഡ് ട്രിബുലേഷൻ ആൻഡ് പോസ്റ്റ് ട്രിബുലേഷൻ വാദങ്ങൾ തെറ്റ് എന്ന് ഇവിടെ തെളിയുന്നു. മഹാപീഡന ശേഷം മാത്രമേ സഭ എടുക്കപ്പെടുകയുള്ളായിരുന്നു എങ്കിൽ ആ കാലഘട്ടം കൊണ്ട് സഭയെ ഉപയോഗിച്ച് കർത്താവ് സുവിശേഷം അറിയിച്ചേനെ. സഭ ഉള്ളിടത്തോളം രാജ്യത്തിന്റെ സുവിശേഷമോ നിത്യസുവിശേഷമോ അല്ല, ദൈവകൃപയുടെ സുവിശേഷമാണ് പ്രസംഗിക്കപ്പെടുന്നത്. അപ്പോൾ മഹാപീഡന മധ്യവാദവും മഹാപീഡന ശേഷം എന്നുള്ള വാദവും ഇവിടെ അർത്ഥരഹിതമായി തീരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? ഏതെങ്കിലും ഭാഗം മനസ്സിലാകാതെ ഉണ്ടോ? 2 സാക്ഷികൾ ലോകത്തിന് ദൈവത്തിന്റെ ഉദ്ദേശം വെളിപ്പെടുത്തിയതും ഈ പറക്കുന്ന ദൂതൻ പറഞ്ഞതും സെയിം ആണ്. ആകണം. രണ്ടുപേരുടെയും ആഹ്വാനം മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. രണ്ടിന്റെയും ലക്ഷ്യം ന്യായവിധി വരുന്നു എന്ന് ശേഷിക്കുന്ന ലോകത്തെ വിളിച്ചറിയിക്കുകയാണ്. അത് നിമിത്തം ശിക്ഷാവിധിയിൽ അകപ്പെടാതെ രക്ഷിക്കപ്പെടുകയെന്നും പാപങ്ങളെ വിട്ട് മാനസാന്തരപ്പെടുകയെന്നും ഒക്കെ വിളിച്ചറിയിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ അന്ന് പാപം, മ്ലേച്ഛത ഒക്കെ നിയമവൽക്കരിക്കപ്പെടും. Sin and abomination will be legalized. നമ്മൾ അന്ന് പറഞ്ഞായിരുന്നല്ലോ, ഡിവോഴ്സ്, സെയിം സെക്സ് മാരേജ്, അബോർഷൻ, ആണും തമ്മിലും പെണ്ണും തമ്മിലുള്ള വിവാഹമോചനങ്ങൾ, വിവാഹിതരുടെ വിവാഹേതര ബന്ധങ്ങൾ, ഗർഭഛിദ്രം, ഇവയെല്ലാം ഇന്ന് പല രാജ്യങ്ങളിലും നിയമവിധേയമാണ്.
നമ്മുടെ ഇന്ത്യയിൽ തന്നെ, നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ കേസുകൾ പേപ്പറിലൊക്കെ വന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. പല പെൺകുട്ടികളും ആൺകുട്ടികളും, ആണും പെണ്ണും തമ്മിൽ വിവാഹം കഴിഞ്ഞ് ഒരുമിച്ച് പാർക്കുന്നു. പോലീസ് കേസായി, കോടതിയിൽ കേസായി. പക്ഷെ വീട്ടുകാരുടെ വാദങ്ങളൊന്നും അവർ കേട്ടില്ല. അവർ പ്രായപൂർത്തിയായവരാണ്, അവർക്ക് ഇഷ്ടമുള്ളവരോട് താമസിക്കാം. കഴിഞ്ഞ ദിവസം, ഇന്നലെയോ മിനിയാന്നോ മറ്റോ, നമ്മുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഇലക്ഷൻ റിസൾട്ടിന് ശേഷം എനിക്ക് ഒരു മെസ്സേജ് കിട്ടി. ഇന്ത്യ സഖ്യം ഭരണത്തിൽ വരുന്നത് ദൈവഹിതമല്ല, NDA തന്നെ വേണം. അതിനൊരു കാരണം എഴുതിയിരിക്കുന്നത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പരസ്യമായി പറഞ്ഞിരുന്നു അത്രേ, അവർ അധികാരത്തിലെത്തിയാൽ സെയിം സെക്സ് മാരേജിനെ ലീഗലൈസ് ചെയ്യുമെന്ന്. അതെല്ലായിടത്തും പാപത്തിന്റെ നിയമവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നു. അത് നിമിത്തം പാപങ്ങളിൽ മുഴുകിയായിരിക്കും അക്കാലത്ത് ജനം ജീവിക്കുക. ഭൂതസേവ, സാത്താന്യസേവ, ലൈംഗികമായ മ്ലേച്ഛകരമായ ജീവിതം, ഇവയൊക്കെ അക്കാലത്തെ പ്രധാനപ്പെട്ട പാപങ്ങളായിരിക്കും. അക്കാലത്തെ അവരുടെ പ്രധാനപ്പെട്ട പാപങ്ങളായിരിക്കും. ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ പല ഭാഗങ്ങളിൽ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ മാനസാന്തരപ്പെട്ടില്ല. 16-ാം അധ്യായത്തിന്റെ തന്നെ 8-9 വാക്യങ്ങൾ, 10-11 വാക്യങ്ങൾ, ഇവിടങ്ങളിലൊക്കെ നാം കാണുന്നു അവർ മാനസാന്തരപ്പെട്ടില്ല എന്ന്. 9-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഒടുവിലത്തെ വാക്യങ്ങളിൽ, ഈ ബാധകളാൽ മരിച്ചു പോകാത്ത, ആരെങ്കിലും എടുത്തെങ്കിൽ ഒന്ന് വായിച്ചോളൂ. ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാൺമാനും കേൾപ്പാനും നടപ്പാനും വഹിയാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. അടുത്ത വാക്യം കൂടെ മോളെ. തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. അക്കാലത്തെ പാപങ്ങളുടെ പട്ടിക അധികമായിട്ടുള്ളത്. ഇതൊന്നും വിട്ട് മാനസാന്തരപ്പെടാതിരിക്കുമ്പോൾ ഈ സാക്ഷികളിലൂടെയും ആ നിത്യസുവിശേഷത്തിലൂടെയും മാനസാന്തരപ്പെടാൻ ആഹ്വാനം കൊടുക്കുന്നു എല്ലാവർക്കും. ആരും കേട്ടില്ലെന്ന് പറയില്ല. ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ചും അവരെ ഓർമ്മപ്പെടുത്തുന്നു. മറ്റെന്തെങ്കിലും? അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സഭ മഹാപീഡനത്തിലൂടെ പോകുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ ആശയമെങ്കിലും വ്യക്തമായോ? സ്തോത്രം. എത്ര കൂട്ടം കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു? 15, 16, 18, എത്രയോ കാര്യങ്ങൾ വന്നല്ലോ. 17. വ്യത്യസ്തമായിരിക്കാം സംഖ്യ, എന്നാലും സാരമില്ല.
ഇതിനോടനുബന്ധമായ മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം മുതൽ ഈ ഭാഗം വിട്ട് അടുത്ത ഭാഗത്തേക്ക് കയറാം. പക്ഷേ മറ്റ് സംശയം ഈ രണ്ട് സാക്ഷികളുടെ ശവം ലോകം മുഴുവനും കാണുമെന്നുള്ളത് ഈ നാളുകളിൽ നമുക്ക് മനസ്സിലാവും അതെങ്ങനെയാണെന്ന്. പക്ഷെ നമ്മുടെ അപ്പച്ചന്മാരൊക്കെ ഇതിങ്ങനെ തന്നെ വിശ്വസിച്ചായിരുന്നു, അല്ലേ പക്ഷേ? അതെ, ഇന്നിപ്പം നമുക്ക് വിശ്വസിക്കാൻ വലിയ പ്രയാസമില്ല. ഇല്ല. കാരണം ഇതിലെ കാര്യങ്ങളൊക്കെ ഒത്തിരി ഇന്ന് പ്രായോഗികമായി തീർന്നിട്ടുണ്ട്. അതെ. എന്നാൽ നമ്മുടെ പിതാക്കന്മാരൊക്കെയാണ് സത്യത്തിൽ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് ഇതിനെപ്പറ്റിയൊന്നും ഒരു ബോധ്യമില്ലായിരുന്നു. എന്നിട്ടും അവർ വിശ്വസിച്ചു. കാരണം വചനം, ബൈബിൾ ദൈവവചനമാണ്, ദൈവശ്വാസീയമാണ്. അതെങ്ങനെയെന്ന് അവർക്ക് അന്നറിയില്ലായിരുന്നു. കാണും, സംഭവിക്കുമെന്ന് മാത്രം അവർ അറിഞ്ഞിരുന്നു. സ്തോത്രം. ഓക്കെ, അപ്പോൾ സഭ മഹാപീഡനത്തിലൂടെ പോകുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തത വന്നുവെങ്കിൽ ആ വിഷയം നമുക്ക് ഇന്നുകൊണ്ട് അവസാനിപ്പിക്കാം. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാളെ മുതൽ അടുത്ത ഒരു ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്തോത്രം. ഇനിയും ഇന്നൊന്നും കൂടെ ചിന്തിച്ചിട്ട് മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നാളെ ചോദിച്ചാലും മതി. അങ്ങനെയെങ്കിൽ പ്രിയരെ, നമ്മുടെ കർത്താവിന്റെ വരവ് ഏത് നിമിഷവുമാകാം. നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് ഒരുങ്ങിയിരിപ്പേ. സ്തോത്രം. ലോകം തകൃതിയായി പാപത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ, നമ്മുടെ ചുറ്റുപാടെല്ലാം മ്ലേച്ഛതകൾ വർദ്ധിച്ചു വരുമ്പോൾ, നോഹയെ പോലെ ആ തലമുറയിൽ ദൈവകൃപ പ്രാപിച്ചവനായി, ആ തലമുറയിൽ നിഷ്കളങ്കനായി ദൈവത്തിന് നോഹയെ കണ്ടെത്തുവാൻ കഴിഞ്ഞതുപോലെ, പാപം പെരുകി വരുന്ന ഈ തലമുറയിൽ നിഷ്കളങ്കരായി നമ്മെ ദൈവത്തിന് കണ്ടെത്തുവാൻ സാധിക്കട്ടെ. നമ്മുടെ മേൽ ദൈവത്തിന്റെ കൃപ ഉദിക്കട്ടെ. സ്തോത്രം. എങ്കിൽ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതെ, സ്തോത്രം, നമ്മുടെ കർത്താവിനോട് കൂടെ എടുക്കപ്പെടുവാൻ കാരണമാകട്ടെ. സ്തോത്രം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. കാരണം എന്താണ്? അവർ ജഡത്തെയല്ല, ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്നു. അപ്പോൾ ജഡത്തെയല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ആത്മാവിന് വിധേയപ്പെട്ട് നമ്മുടെ ജീവിതം കഴിക്കുവാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വരവിനായി ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.